വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് കോഴിക്കോട് വടകര മിനി സിവിൽ സ്റ്റേഷനിലെ ഫ്യൂസ് ഊരി KSEB ഓഫീസുകളുടെ പ്രവർത്തനം അവതാളത്തിലായി 3024 രൂപയാണ് അടയ്ക്കേണ്ടത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. 3024 രൂപ രാഹുൽ ഇവർക്ക് അടയ്ക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്? അനുജ, വടകര മിനി സിവിൽ സ്റ്റേഷനിലെ ഫ്യൂസ് ഊരുന്നത് ഇത് ആദ്യത്തെ തവണയല്ല. ഏറ്റവും ഒടുവിൽ വൈദ്യുത ബില്ലായ 3024 രൂപ അടയ്ക്കാത്തതിന്റെ പേരിൽ ഇന്നലെയാണ് KSEB വടകര മിനി സിവിൽ സ്റ്റേഷനിലെ ഫ്യൂസ് ഊരിയിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, RT ഓഫീസ് ഒഴികെയുള്ള ബാക്കി മുഴുവൻ ഓഫീസുകൾക്കുമായി ഒറ്റ മീറ്ററാണ് ഉള്ളത്. അതുകൊണ്ട് ഓരോ തവണയും ബില്ലുകൾ വരുമ്പോൾ ഈ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഓരോ ഓഫീസുകളും ഈ വൈദ്യുത ബില്ല് ഷെയർ ചെയ്ത് അതിന്റെ വിഹിതമാണ് ഓരോ ഓഫീസുകളും നൽകുന്നത്. ഇത്തവണത്തെ പ്രശ്നം എന്ന് പറയുന്നത് സോയിൽ കൺസർവേഷൻ ഓഫീസ് അവരുടെ ഈ വൈദ്യുത ബില്ലിന്റെ വിഹിതം നൽകിയില്ല. ഇതോടെയാണ് മുഴുവൻ വൈദ്യുത ബില്ലും അടയ്ക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്ന് പ്രവൃത്തി ദിനമാണ്. ഓരോ ആവശ്യത്തിനായി മിനി സിവിൽ സ്റ്റേഷനിൽ എത്തിയ ആളുകൾ വലിയ രീതിയിൽ വലഞ്ഞിട്ടുണ്ട്. ആളുകളെല്ലാം തന്നെ ആവശ്യം നിറവേറ്റാനാകാതെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ വില്യാപ്പള്ളി വില്ലേജ് ഓഫീസിലെയും ഫ്യൂസ് സമാനമായ സാഹചര്യത്തിൽ ഊരിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വില്യാപ്പള്ളി വില്ലേജ് ഓഫീസിന് മുന്നിലും ആളുകളുടെ ഭാഗത്തുനിന്നും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. മുൻപ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ താലൂക്ക് ഓഫീസ് മുൻകൈയെടുത്ത് അവർ തന്നെ പണം അടയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാണെങ്കിലും സർക്കാർ ഓഫീസിന്റെ ഫ്യൂസ് അതേ സർക്കാരിന്റെ ഭാഗമായി തന്നെയുള്ള KSEB ഊരി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുജ, വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്നാണ് കോഴിക്കോട് വടകര മിനി സിവിൽ സ്റ്റേഷനിലെ ഫ്യൂസ് വീണ്ടും KSEB ഊരിയത്. കൂടാതെ വില്യാപ്പള്ളി വില്ലേജ് ഓഫീസിന്റെ ഫ്യൂസും ഊരിയിട്ടുണ്ട് എന്ന വിവരം കൂടി രാഹുൽ സുരേഷ് നൽകുന്നു.